वायुपित्तं कफश्चेति त्रयो दोषा समासतः विकृता विकृता देहं घ्नन्ति ते वर्तयन्ति च. പദച്ഛേദം. വായു വാതദോഷം, പിത്തം പിത്തദോഷം, കഫം കഫദോഷം, ച ഇതി അവ്യയം, ത്രയഃ മൂന്ന്, ദോഷാഹ ദോഷങ്ങൾ അതായത് ദുഷിപ്പിക്കുന്ന സ്വഭാവമുള്ളത്, സമാസതഃ ചുരുക്കത്തിൽ, വികൃത സമാവസ്ഥയിൽ അല്ലാതെ ഇരിക്കുന്നത്, അവികൃതാഹ സമാവസ്ഥയിലുള്ളത്, ദേഹം ശരീരം, ഘ്നന്തി ഹനിക്കുന്നു, വർത്തയന്തി നിലനിർത്തുന്നു. അന്വയം. വായു പിത്തം കഫം ച ഇതി സമാസതഃ ത്രയഃ ദോഷാഃ തേ വികൃത അവികൃത ദേഹം ഘ്നന്തി വർത്തയന്തി ച. അന്വയാർത്ഥം. വായു എന്നും പിത്തമെന്നും കഫം എന്നും ചുരുക്കത്തിൽ മൂന്ന് ദോഷങ്ങൾ ഉണ്ട്. അവ വികൃതങ്ങളായിട്ടും അവികൃതങ്ങളായിട്ടും ദേഹത്തെ ഹനിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ദോഷങ്ങൾ, ധാതുക്കൾ, മലങ്ങൾ എന്നിവയാണ് ശരീരത്തെ നിലനിർത്തുന്നത്. അവയിൽ ആദ്യത്തേതായ ദോഷങ്ങളെപ്പറ്റി പരാമർശിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ദോഷം എന്ന് വെച്ചാൽ ദൂഷയന്തി ഇതി ദോഷാഹ, സ്വയം ദുഷിക്കുന്നതും മറ്റുള്ളവയെ ദുഷിപ്പിക്കുന്നതും ആണ് ദോഷം. ദോഷങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മൂന്നാണ്: വായു, പിത്തം, കഫം. അവ വികൃതങ്ങളായാൽ, അതായത് ക്ഷയിക്കുകയോ വർദ്ധിക്കുകയോ ചെയ്താൽ രോഗങ്ങളുണ്ടാക്കി അവ ശരീരത്തെ ഹനിക്കുന്നു. അവികൃതങ്ങളായാൽ, അതായത് അതിൻ്റെ സമാനാവസ്ഥയിൽ അവ ശരീരത്തെ നിലനിർത്തുകയും ചെയ്യുന്നു.